ശശികലയെന്ന് ആ പാട്ട് ഇപ്പം കേൾക്കുമ്പോൾ എനിക്ക് രസം. ആ സമയത്ത് എനിക്ക് ശശികല എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ ഇതിൽ പരം ദേഷ്യമില്ല. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അമ്മമാർ കുട്ടികളെയും കൊണ്ട് നിൽക്കും. ഒരു 5 ശശികല ഒരു സ്ഥലത്ത് കാണും. ശശികല ചാർത്തിയ സ്റ്റേജിൽ പിള്ളേരുടെ ഡാൻസ്. അപ്പം നമ്മുടേത് വീണ്ടും വൈകും. അപ്പം അടുത്ത സ്ഥലത്ത് ഡിലേ ആവും. അങ്ങനെ എല്ലാ സ്ഥലത്തും ശശികല പാട്ടിൻ്റെ ഒരു ഓളമായിരുന്നു. ഞാൻ 2 ബാങ്ക് കൂടെ തുടങ്ങി SBIൻ്റെ. ഒന്നിപ്പോൾ പാലാരിവട്ടം. സാർ എന്നൊക്കെ പറയാനായിട്ട് ഇയാൾ പറഞ്ഞു എന്ന് നോക്കുന്ന ആ റിയാക്ഷൻ ഒരു 18-19 ടേക്കെങ്കിലും എടുത്ത് കാണും. ഞാൻ നോക്കും, ഇരുവട്ടം ചിരിക്കും. നീ പറഞ്ഞല്ലേ എന്നുള്ളത്. എൻ്റെ ഫാമിലി ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ ഭയങ്കരമായ ആഗ്രഹത്തിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നതാണ്. ഇപ്പൊ എൻ്റെ ഇപ്പൊ മാളികപ്പുറം ഭയങ്കര സക്സസ് ആയി. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല. പക്ഷെ എനിക്കപ്പോൾ ഭയങ്കര സങ്കടം വന്നു. അപ്പൊ ആൻഡ്രോ ചേട്ടനൊക്കെ ചോദിച്ചു, നിന്റെ വീട്ടിൽ നിന്ന് വരാം. ചേട്ടൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചോദിക്കണത്. പക്ഷെ എനിക്കപ്പോൾ വിഷമം വന്നെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഞാൻ അവിടെ ഒരു പീക്കിൽ ഞാൻ സക്സസ്സിൽ എത്തുമ്പോൾ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് അല്ലേ. സോറി, എനിക്കിങ്ങനെ ചില സമയത്ത് ഇമോഷണൽ. അതിന്റെ ഇതുണ്ട്. അവർക്ക് ഞാൻ ജോലി ചെയ്താൽ മതി, എനിക്ക് ഞാൻ സിനിമ ചെയ്താൽ മതി. ഇത് ശരിക്കും വീട്ടില് എല്ലാരും വിളിച്ചിരുത്തി പറയേണ്ടതാണ്. നാട്ടുകാരെല്ലാരും അറിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം. അവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാൻ മറക്കല്ലേ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. സുരേട്ട, ആൽഫി ആൻഡ് പ്രശാന്ത്, വെൽക്കം. താങ്ക് യു. അപ്പൊ എന്താണ് ഈ നാഗേന്ദ്രൻ, എന്താണ് ഈ ഹണിമൂൺസ്? 5 പേര്, 1 ലൈഫ് 5 വൈഫ്സ്. 5 വൈഫ്സ്. എന്ത് ഭാഗ്യം അല്ലേ. അതാണ് എന്റെ ഹൈലൈറ്റ്. കം ഓൺ, പറയൂ. ഇത് ഡിസ്നിയുടെ ഒരു വെബ് സീരീസ് ആണ്. ഒരു 6 എപ്പിസോഡുകളാണ് ഇതുള്ളത്. 6 നായികമാരുണ്ട്. ഇപ്പൊ ഇവിടെ 5 കാണിച്ചിട്ടുള്ളൂ. പോസ്റ്ററിലല്ല, സർപ്രൈസ് ആണ്. 6 നായികമാരാണ്. എന്താ 6 എപ്പിസോഡാണ്. 6 സ്ഥലങ്ങളിലാണ്. പിന്നെ അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ട്. സാധാരണ വെബ് സീരീസ് ഒറ്റ കഥയായിരിക്കുമല്ലോ. ഇത് 2 ക്യാരക്ടറുകളെ വെച്ചുകൊണ്ട് ഓരോന്നും ഓരോ എപ്പിസോഡാണ്. അപ്പം ഓരോ ആൾക്കാർക്കും ഈ ഓരോ വൈഫിനും ഓരോ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും അവർ വരുന്നത്. ആ കഥകൾ, ഡിഫറെന്റ് സിറ്റുവേഷൻ, കോമഡി, ഒരു ഫൺ. അതും 1900 ആ കാലഘട്ടം, വില്ലേജ്. അതെ, വേറൊരു സാധനം. ഞാനും ഞെട്ടിപ്പോയി. കാരണം ഈ ആക്ഷൻ പടങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിതിൻ, ഞാൻ ചോദിച്ചു, നീ കോമഡി ഇതാരെങ്കിലും എഴുതി തന്നതാണോടാ എന്ന് ചോദിച്ചു. അല്ല, ആദ്യം പുള്ളി എഴുതിയ സ്ക്രിപ്റ്റ് ഇതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബേസ് ഐഡിയ പറഞ്ഞു. ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തും പല സ്ഥലങ്ങളിലും ഈ നേരത്തെയൊക്കെ നടന്നു വന്നിട്ടുള്ളതാണ്. കാരണം കുറച്ച് നാൾ ഒരു കല്യാണം കൂടി അവിടെ നിന്നിട്ട് പെട്ടെന്ന് അയാളെ കാണാതാവും. ഇന്നൊക്കെ കാണാതായി കഴിഞ്ഞ സ്പോട്ടിൽ തന്നെ ആളെ പോക്കാം, ഫൈൻഡ് ചെയ്തിട്ടാലോ. അന്ന് പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ മുതലെടുത്ത് പല സ്ഥലങ്ങളിലും പല വിവാഹം കഴിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊരു റിയൽ സ്റ്റോറിയും കൂടെയാണ്. റിയൽ ഇൻസിഡന്റിൽ നിന്ന് എടുത്ത ഒരുപാട് ഇൻസിഡന്റിൽ നിന്ന് എടുത്ത ഇതൊരു കംപ്ലീറ്റ് ഒരു ഫൺ കോമഡി എന്ന് പറയാലോ. അപ്പൊ തീർച്ചയായിട്ടും ശരിക്കും സുരേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടി വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഇവൻ അതിൽ ഞാൻ വരാം, അല്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സുരേട്ടൻ്റെ ഓരോ കോമഡികളും അത് ട്രോളാക്കി ഇടുന്നു. അപ്പോൾ ഇതിൽ ഒരു കോമഡി ചെയ്തപ്പോൾ വി ഫെൽറ്റ് അതിന് ഒരുപാട് ഒരു ആശ്വാസം തോന്നി. കാരണം കുറെ നാൾക്ക് ശേഷം കോമഡി. തീർച്ചയായിട്ടും. ആ സമയത്ത് കുറെ സീരിയസ് കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നിതിൻ ഇതിന്റെ കഥ പറയുന്നത്. ഞാൻ പറഞ്ഞു റെഡി, ഇപ്പൊ വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റ് ഡിസ്നിക്കും ഏഷ്യാനെറ്റിനും എല്ലാം കറക്റ്റ് സമയമായിരുന്നു. അപ്പം തന്നെ ഷൂട്ടും തുടങ്ങി എന്നുള്ളതാണ്. ഭയങ്കര രസമായിരുന്നു. ഇതിന് പിന്നെ നല്ല സിറ്റുവേഷനാണ്. ഇപ്പോൾ നല്ല ക്യാരക്ടറാണ്. നമ്മൾ രണ്ടുമാണ് അതിൻ്റെ. എന്നെ കൊണ്ടുപോകുന്ന പുള്ളിക്കാരനാണ്. കൂടുതൽ വിശേഷങ്ങൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടു. അതിന്റെ ടീച്ചറിൽ കാണാം, മറ്റേ ആ മോഡലില് മറ്റേ റെഡ് മറ്റേ ഇന്റർമീഡിയൊക്കെ ഇട്ടിട്ട് മുണ്ടൊക്കെ ഇട്ടിട്ട് മറ്റേ മീശയൊക്കെ വേറെ രീതിയിൽ. അപ്പൊ ഇതിൽ എന്താണ് സംഭവങ്ങൾ, പറയൂ. നാഗേന്ദ്രൻ സിനിമ നാഗേന്ദ്രന്റെ കഥയാണല്ലോ. അതെ. അപ്പോൾ നാഗേന്ദ്രൻ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുകയും പിന്നെ അതിനെ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ സുഹൃത്തിൻ്റെ ഇടപെടൽ. അതിലൂടെ ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഇങ്ങനെ സഞ്ചരിച്ച് അവസാനം അപ്പം നാഗേന്ദ്രൻ്റെ യാത്രയിൽ നാഗേന്ദ്രനെ ഗൈഡ് ചെയ്ത് നാഗേന്ദ്രൻ ഒരു പാവം മനുഷ്യനാണ്. വലിയ കള്ളത്തരങ്ങളോ ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അപ്പം
അയാളുടെ കൂടെ നിന്ന് അയാളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിനകത്തെ സോമൻ എന്ന കഥാപാത്രം വരുന്നത്. ജാനകി എന്തുണ്ട് ജാനകി ഇതിനകത്ത്? ആൽഫി ഞാൻ ഭയങ്കര സന്തോഷം. മീൻസ് ഫസ്റ്റ് എന്നിലൂടെയാണ് തുടങ്ങണത്. മീൻസ് അങ്ങനെയല്ല, ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു പാർട്ടാവാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് പ്രൊമോഷൻ ഇത് തുടങ്ങി കോള് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതിന്റെ ഒരു പാർട്ടാവാൻ പറ്റി. അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സുരാജേട്ടന്റെ പേരായിട്ട് അഭിനയിക്കാൻ പറ്റി. ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പടം ചെയ്തിട്ടില്ല. അപ്പോൾ അത് വരുമ്പോൾ നല്ല നല്ല ആക്ടേഴ്സിന്റെ കൂടെ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ ശ്വേത ചേച്ചി, കനി, ഇവരൊക്കെ വലിയ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഇത്രയും, പിന്നെ ഗ്രേസ്, നിരഞ്ജന, അപ്പൊ അത്രയും വലിയൊരു കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, പിന്നെ നിതിൻ ചേട്ടന്റെ ഡയറക്ഷൻ, ഇതൊക്കെ തന്നെയാണ് എന്റെ മെയിൻ എനിക്കുള്ള ഹൈലൈറ്റ്. പല എപ്പിസോഡുണ്ട്, 6 എപ്പിസോഡുണ്ട്. ഫസ്റ്റ് എന്നിൽ തുടങ്ങി. പിന്നെ എപ്പിസോഡിന്റെ പേര്, എന്റെ പേര് സന്തോഷം. സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുരേട്ടാ, നമ്മള് പണ്ട് മുതലേ അടിപൊളി ക്യാരക്ടേഴ്സ്, ഫൺ പരിപാടി ചെയ്യുന്നു, അത് കഴിഞ്ഞ് സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, പിന്നെ സീരിയസിൽ തന്നെ പല മോഡുലേറ്റഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം സുരേട്ടനെ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ ആലോചിച്ചിട്ടുണ്ടോ പണ്ടത്തെ ടൈമിലൊക്കെ സ്റ്റേജിൽ മിമിക്രി ചെയ്ത കാര്യങ്ങളും എല്ലാം? അന്ന് പൊളിഞ്ഞു പോയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പൊളിഞ്ഞ് എവിടെ നിന്ന് ഇറങ്ങി ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ എപ്പോഴെങ്കിലും ഓർത്ത് ചിലപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പം അതിനെ ആസ്വദിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു മെമ്മറി പറയാനുണ്ടെങ്കിൽ ഏതായിരിക്കാം? അങ്ങനെ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ അത് ഈ ട്രൂപ്പ് കൂടുതലും പ്രശ്നത്തിൽ പോകുന്ന ഈ ടൈമിങ്ങിന്റെ ഇത് വരുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ ഈ ഓണം പ്രോഗ്രാമൊക്കെ വരുമ്പോൾ 4 സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടാവും അടുപ്പിച്ച് ഒരു ദിവസം. അപ്പോൾ ചില ലാസ്റ്റ് നമ്മൾ 1:30 രാത്രി 1:30 കൊടുത്തെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു 2:30 മണിക്കൊക്കെ എത്തിയിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ ഡിലേ ആവും. കാരണം ഇതിന് ഓരോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കളിക്കുന്ന സ്ഥലത്ത് അന്ന് നമ്മുടെ ഈ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, അയ്യോ ഇപ്പൊ പറയാം, ശശികല ചാർത്തിയ ദീപവലയം. ആ പാട്ടിൽ എല്ലാവരെയും പോലെ എനിക്കും പ്രിയപ്പെട്ടതാണ്. പക്ഷെ ശശികലയെന്ന് ആ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് രസം. ആ സമയത്ത് എനിക്ക് ശശികല എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ ഇതിൽ പരം ദേഷ്യമില്ല. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അമ്മമാര് കുട്ടികളെയും കൊണ്ട് നിൽക്കും. ഒരു 5 ശശികല ഒരു സ്ഥലത്ത് കാണും. ശശികല ചാർത്തിയ സ്റ്റേജിൽ പിള്ളേരുടെ ഡാൻസ്. അപ്പം നമ്മുടേത് വീണ്ടും വൈകും. അപ്പം അടുത്ത സ്ഥലത്ത് ഡിലേ ആവും. അങ്ങനെ എല്ലാ സ്ഥലത്തും ശശികല പാട്ടിൻ്റെ ഒരു ഓളമായിരുന്നു. അതും എവിടെ ചെന്നാലും. അപ്പോൾ ലാസ്റ്റ് എത്തിയ സ്ഥലത്ത് ഇതുപോലെ 1:30 തിരുവോണ ദിവസമാണ്, 2:30 മണിയായപ്പോൾ നമ്മളെ നേരെ ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചോണ്ട്, വാ ആദ്യം ഫുഡ് കഴിക്കാം, പിന്നെ നമുക്ക് സ്റ്റേജ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. കാര്യം ഞാനും കൂടെയാണ് അത് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാനും എല്ലാവരും വിളിച്ച് നേരെ വീട്ടിനകത്ത് കയറ്റി ഇഡ്ഡലി ഇതെല്ലാം എടുത്ത് വെച്ച് നിന്ന്. അപ്പോൾ ഡോർ അങ്ങ് ലോക്ക് ചെയ്ത്, നിങ്ങൾ കഴിച്ചിട്ട് ഇവിടെ കടന്നോളി, നാളെ പരിപാടി കഴിഞ്ഞിട്ട് പോവാം. ഡോർ ലോക്ക് ചെയ്തിട്ട് അവർ ആ വീട്ടുകാരെ എല്ലാവരും മാറ്റിയിട്ട് നമ്മളെ മാത്രം അതിനകത്ത് 4-5 ബാത്റൂം ഉണ്ട്, എല്ലാവരും കൂടെ ഇവിടെ കിടന്നോളാൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ പുള്ളിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കൊന്ന് എനിക്ക് പരിപാടി കളിക്കും, പക്ഷെ നാളെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിൽ വാ, എഴുതി വെച്ചിട്ട് പോവാം. സ്റ്റേഷനിൽ ചെന്ന് എഴുതി വെക്കണം, പിറ്റേന്ന് ഫുൾ ചിലവ് നമ്മുടെ ഇതിൽ കളിച്ചു കൊള്ളാം. അങ്ങനെ സ്റ്റേഷനിൽ പോയി. തിരുവോണ ദിവസം ആയതുകൊണ്ട് SI അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിറ്റേന്ന് രാവിലെ 11:30 മണി വരെ നമ്മൾ സ്റ്റേഷനിലിരുന്നു. കാര്യം ഫുൾ ഓട്ടം, അത് വരാം. പിന്നെ എഴുതി വെപ്പിച്ച് 11:30 മണിയൊക്കെ ആയി. ഞാൻ അവിടെ നമുക്ക് ജീപ്പിലാണ് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടത്. ജംഗ്ഷനിൽ വന്ന് ജീപ്പിൽ കയറിയപ്പോൾ ഈ പാട്ട് ശശികല ചാർത്തി. അങ്ങനെ ശശികല പാട്ട് കാരണം ഞാൻ സ്റ്റേഷനകത്തും എല്ലാം കൊണ്ടും ആ ജീപ്പിലും ആ പാട്ട്. അതാണ് ഗതികേട്. അതും തിരുവോണം കഴിഞ്ഞ് തിരുവോണ ദിവസം പട്ടിണിയായിട്ട് ജീപ്പിൽ കയറിയപ്പോ ശശികല ചാർത്തിയ. ഈ ഒറ്റ ശശികലയാണ് നമ്മളെ പെടുത്തിയത്. അന്നത്തെ സദ്യയും പോയി, എല്ലാം പോയി. പക്ഷെ അവിടെ നിന്ന് പിന്നെ മോചിതനായല്ലോ. പിന്നെ അത് പിന്നീട് സോൾവ് ആയി. പിറ്റേന്ന് നേരത്തെ അങ്ങനെയൊക്കെ കുറേ സ്ഥലത്ത് പെടുന്നത്. അത് നമ്മൾ മാത്രമല്ല, സമിതിക്കാർ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള. പ്രശാന്ത് ഏട്ടനാണെങ്കിലും കുറേ മെമ്മറീസ് ഉണ്ടാവുമല്ലോ പണ്ടത്തെ. ഇപ്പം എത്ര ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ അടുത്തുള്ള സിനിമകളുടെ ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോഴും വളരെ ഇതായിട്ട് ഹാപ്പി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. നല്ല നല്ല റോളുകൾ പ്രശാന്ത് ഏട്ടനും അന്നും ഇന്നും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ ഇത് ഗ്രാഫ് നോക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വരുന്നത് പ്രശാന്ത് ഏട്ടനെ. അപ്പോൾ അതിൽ ഹൗ ഹാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ ക്യാരക്ടേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഹൗ ഹാപ്പി എന്ന് ചോദിക്കാൻ അങ്ങനത്തെ ഒരു ചോദ്യത്തിൻ്റെ തന്നെ പ്രസക്തി ഇല്ല. കാരണം അത്രത്തോളം ഈ
സന്തോഷം കൊണ്ടാണല്ലോ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തേലും മെച്ചപ്പെട്ട നാളെ അങ്ങനത്തെ ഓരോ ദിവസമാണല്ലോ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഹൗ ഹാപ്പി എന്ന ചോദ്യത്തിന് എൻ്റെ ജീവിതത്തിൽ സോ ഹാപ്പി, സോ ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ്. ഇപ്പം സിനിമകളാണെങ്കിൽ തന്നെ അന്ന് നമ്മൾ ഒരു ടൈമിൽ ചെയ്തുകൊണ്ടിരുന്ന ആക്ടേഴ്സ്, കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു ചിലർ പറയുന്നത് കേൾക്കാം, ആ ഒരു കോണ്ടാക്ട് ബോണ്ട് ആക്ച്വലി പിന്നീട് ചിലപ്പം വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത്. കാരണം ആ സമയത്ത് ചിലപ്പോൾ ഒരു ADs ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ഒരു അമച്വർ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ നോക്കുമ്പോൾ അവർ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വി ഫീൽ ഹാപ്പി എന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 3 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അതെ അതെ. അപ്പം ഒരു കാലഘട്ടത്തിലെ ആൾക്കാരുമായിട്ടൊക്കെ സൗഹൃദം ബന്ധമൊക്കെ ആയി വരുമ്പോഴത്തേന് അടുത്ത ട്രെൻഡ് വന്നു, അത്ര ആൾക്കാർ പോയിട്ട് വേറെ പുതിയ ആൾക്കാരായി. അവരുമായിട്ട് പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് ഒന്ന് വൈബായി വന്നപ്പോഴത്തേന് അടുത്ത വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരായി. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ കുറേ നവാഗത സംവിധായകരോട് അവരുടെ ഫസ്റ്റ് പടത്തിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരിൽ പലരും വളരെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരാണ്. സോ അവരുടെ സിനിമകൾ വിജയിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാകും. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സൗഹൃദം ഈ പറഞ്ഞ നമുക്കെന്ത് കിട്ടുന്നു എന്നുള്ളതിനെ നോക്കിയിട്ടില്ലല്ലോ. അതെ. അപ്പം അങ്ങനെ ഒന്നിച്ച് പിന്നീട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും വർക്ക് ചെയ്താലും നമ്മൾ ഓരോരുത്തരും കൂടെ സ്ട്രഗിൾ ചെയ്ത് നടന്ന ആൾക്കാർ, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓരോരുത്തരും വളരെ സേഫായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്, വിജയങ്ങളിലേക്ക് എത്തുന്നത് നമ്മളെപ്പോഴും സന്തോഷത്തോടെ നോക്കി കാണുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ ഇയറിൽ ജോബും ചെയ്യുന്നുണ്ട്, സിനിമയെ അഭിനയിക്കുന്നുണ്ട്, ചിലപ്പോൾ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഒരു ഇയറിൽ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ജോലി വിടുന്നു. ആ ജോലി വിട്ടിട്ട് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് വരുന്ന സമയത്ത് സിനിമകൾ കിട്ടുന്നില്ല. വീണ്ടും സിനിമയിലേക്ക് വന്ന സമയത്ത് അങ്ങനെ ഒരു ഉൾട്ട പരിപാടി ജോലിക്ക് പോണോ സിനിമയ്ക്ക് പോണോ. എന്റെ ലൈഫിൽ അങ്ങനെ ആയിരുന്നു. എനിക്ക് 2019 ശിക്കാരി ശംഭു അതൊക്കെ കഴിഞ്ഞപ്പോ ബാക്ക് ടു ബാക്ക് സിനിമയായിരുന്നു. രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ പേപ്പർ ഇട്ട് ഞാൻ പോവാണ്, ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞു പോന്നു. അപ്പൊ അവരൊന്നും പറഞ്ഞില്ല? അല്ല, നമുക്ക് എപ്പോഴെങ്കിലും പേപ്പർ ഇടാലോ. അല്ല മീൻസ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാം. ഒരു 2 months. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. അവിടുന്ന് അപ്പൊ സിനിമ ഫുൾ സിനിമ കണ്ടുകൊണ്ട് ഇറങ്ങുന്നു. ആ 2 വർഷം ഞാൻ പടമേ ചെയ്തിട്ടില്ല. മനസ്സിലാതെയല്ലായിരുന്നു ആഗ്രഹങ്ങൾ അവരോടൊക്കെ ഞാനൊക്കെ അപ്പൊ സെറ്റായിട്ട് പിന്നെ മനസ്സിലായി നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ലല്ല കാര്യങ്ങള്. പിന്നെ അത് ഞാൻ ജോലിക്ക് കയറി വെരി ഫസ്റ്റ് മന്ത് ഞാൻ സിനിമ ചെയ്തു. അപ്പൊ എനിക്ക് രണ്ടും കൂടി പറ്റുള്ളൂ എന്ന് ഞാൻ മനസ്സിലായി. സത്യമായിട്ടും ഞാൻ ഒരു കാര്യം മാത്രം ചെയ്യാൻ നിന്ന് എന്റെ ഒരു കാര്യവും നടക്കില്ല. നമ്മുടെ സമയം ശരിയാകുമ്പോ എല്ലാം കൂടെ ഒന്നിച്ചു വരുമെന്ന് പറഞ്ഞു. യെസ്, ഓഫ് കോഴ്സ്. വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് വരുമെന്ന്. 2 വർഷം ഇല്ലാതിരുന്ന സാധനം എങ്ങനെയാ കറക്റ്റ് ആ ജോയിൻ ചെയ്ത ഫസ്റ്റ് മന്ത് തന്നെ എനിക്ക് വന്നു. 1 day ഷൂട്ട് ആണെങ്കിൽ പോലും വന്നില്ലേ. അപ്പം വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ അമ്മ പറയും നീ ജോലി ചെയ്താൽ അമ്മയ്ക്ക് ജോലി ചെയ്യണം. അമ്മ പറയും നീ ജോലി ചെയ്താലാണ് നിനക്ക്. അമ്മയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ജോലിയാണ്. അതാണ്. വീട്ടുകാര് മൊത്തം സിനിമേനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അങ്ങനെയാണ്. എന്റെ ഫാമിലി ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എന്റെ ഭയങ്കരമായ ആഗ്രഹത്തിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നതാ. ഇപ്പൊ ഇപ്പൊ മാളിയപ്പുറം ഭയങ്കര സക്സസ് ആയി. എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല. പക്ഷെ എനിക്കപ്പോ ഭയങ്കര സങ്കടം വന്നു. അപ്പൊ ആൻഡ്രോ ചേട്ടനൊക്കെ ചോദിച്ചു നിന്റെ വീട്ടിൽ നിന്ന് വരാം. ചേട്ടൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചോദിക്കണേ. പക്ഷെ എനിക്കപ്പോ വിഷമം വന്നെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഞാൻ അവിടെ ഒരു പീക്കിൽ ഞാൻ സക്സസിൽ എത്തുമ്പോൾ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അല്ലേ? സോറി, എനിക്കിങ്ങനെ ചില സമയത്ത് അത്രയും വലിയ അതും ആ മൂവി എത്രയോ റിലേറ്റീവ്സ്, ഫാമിലി ഒക്കെ റിലേറ്റീവ്സ് എല്ലാവരും കേട്ടോ, ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഇപ്പൊ ജോലി സിനിമയും കൂടെയാണ് പോണേ. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. കാരണം അവർക്ക് ഞാൻ ജോലി ചെയ്താൽ മതി, എനിക്ക് ഞാൻ സിനിമ ചെയ്താൽ മതി. ഇത് ശരിക്കും വീട്ടില് എല്ലാരും വിളിച്ചിരുത്തി പറയേണ്ടതാണ്. നാട്ടുകാരെല്ലാരും അറിഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം. അവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാൻ മറക്കല്ലോ. മറ്റേ BGM ഒക്കെ ഇട്ടിട്ട് ഇടാന്നല്ലേ. അല്ല, അപ്പൊ ഞാൻ അപ്പൊ അത് തിയേറ്ററിൽ കണ്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഐ മീൻ TV-യില് മളിപ്പുറം വന്നപ്പോ കണ്ടിരുന്നു.
അല്ല അമ്മ ഹാപ്പിയാണ്, അമ്മ മാത്രമാണ് ഇച്ചിരിയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ആക്ച്വലി ബിസിനസ് ആയിരുന്നു, ഇപ്പൊ റിട്ടയർഡായി, രണ്ടുപേരും റിട്ടയർഡ് ആണ്. പക്ഷെ അവർക്ക് സിനിമ അങ്ങനെ വലിയ സിനിമ എന്ന് പറയുന്നതിനോട് ഒരു താല്പര്യക്കുറവുണ്ട്. ഫാമിലി ആയിട്ട് ഉള്ളതാണ് എല്ലാവർക്കും. പക്ഷെ അപ്പോഴും വേറൊരു കാര്യമില്ലേ, ഇപ്പൊ അമ്മ അച്ഛനൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ വന്നിട്ട് മോളുടെ സിനിമ കണ്ടു കേട്ടോ, അതൊരു ക്രെഡിറ്റ് അവർക്ക് വരത്തില്ലേ? അതൊരു ആരെങ്കിലും പറ്റി ഇതെന്റെ ഇളയ മോള, അവള് TCS എഞ്ചിനീയർ ആണ്, അന്ന് ഒരു സിനിമ നടി എന്തൊന്നും പറയില്ല, ഇന്ന പടത്തിൽ അഭിനയിച്ചു ആദ്യം വരെ. ഓക്കെ, ബട്ട് അതിന്റെ ഒരു ചിലപ്പോ ഞാനൊരു സക്സസിൽ എത്തിന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല, അതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു സക്സസിൽ എത്തിന്ന് അവർക്ക് കൂടി തോന്നുമ്പോഴല്ലേ. കാരണം ഇപ്പോഴും ഞാനൊരു സ്ട്രഗ്ലിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഞാനിപ്പോ മാളിപ്പുറം ചെയ്തു, അതെന്റെ ഭാഗ്യമായിട്ട് തന്നെ കാണണം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റി, അതും ഭാഗ്യമായിട്ട് കാണണം. കാരണം അത്ര നല്ല പടത്തിന്റെ മീൻസ് ഇത് വെബ് സീരീസ് ആണ്, അതും പാർട്ടാവാൻ പറ്റിയില്ല. അപ്പൊ മേ ബി കുറച്ചും കൂടി കഴിയുമ്പോൾ ദൈവം ഈ വെബ് സീരീസ് എന്തായാലും അമ്മയും അച്ഛനും ഒരുമിച്ചിരുന്ന് കാണും. ഓക്കെ, ഡണ്ണാണ്. അത് മാത്രമല്ല അവർ രണ്ടുപേരും ഹാപ്പി, വീട്ടുകാരും ഹാപ്പിയാണ്, ആൽഫിയും ഹാപ്പിയാണ്. കാരണം ഇതും ഇപ്പം ഹാപ്പിയാണ്, വീട്ടുകാര് ഇപ്പൊ ജോബ് വിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് വീട്ടുകാരും ഹാപ്പിയാണ്. ഇത് കറക്റ്റ് തന്നെ എന്റെ വീട്ടിലും ഉള്ളതായിരുന്നു. നമ്മളെ മിമിക്രി ഇല്ലെങ്കിൽ കലാരംഗമായിട്ടൊക്കെ ഇറങ്ങുമ്പോ അച്ഛൻ കുറെ പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യത്തിന് അവന്റെ പഠിച്ചിട്ട് വല്ല ജോലിയെങ്ങാനും ട്രൈ ചെയ്യാൻ നോക്ക്. സ്വാഭാവികം എല്ലാവർക്കും ആദ്യം, പിന്നെ നമ്മള് കുഴപ്പമില്ല അവൻ സെറ്റായി ആണ് എന്നുള്ള ആ സമയത്താണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അത് താങ്കളുടെ ജീവിതത്തിലും അങ്ങനെ വൈകാതെ തന്നെ സംഭവിക്കട്ടെ. ഇത് ഒരുമിച്ചിരുന്ന് എന്തായാലും കാണണം കേട്ടോ. അല്ലേ, പിന്നെ ഈ നാട്ടുകാരുടെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം സുരേഷിന് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, ആണോ എത്ര രൂപ കിട്ടി? അപ്പം ആൾക്കാരുടെ കണ്ണിൽ എന്താണ് സക്സസ്, എന്താണ് അച്ചീവ്മെന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പേഴ്സണലി ഹാപ്പിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ല, പാരന്റ്സിന് ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷെ അവര് ഈ സൊസൈറ്റിനെ നോക്കുന്നോണ്ടാണോ ഫാമിലി നോക്കുന്നോണ്ടാണോ എനിക്ക് അറിയില്ല എന്താണ്. എല്ലാരും എടുക്കുന്നത് പല രീതിയിലായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ബി ഹാപ്പി അല്ലേ. ഇത് നമുക്ക് അടുത്ത ആഴ്ച ഇറങ്ങുമ്പം അച്ഛനും എല്ലാവരും ഇരുന്ന് കാണും. ഇത് കാണുമ്പോ എന്റെ അവസ്ഥ വീട്ടിൽ പോകാം. അതുപോലെ സുരേട്ടാ, ഇപ്പം പല കൈൻഡ് ഓഫ് റോൾസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ പ്രശാന്ത് ഏട്ടനാണെങ്കിലും അതെ, നോക്കിക്കഴിഞ്ഞാൽ പ്രശാന്തന്റെ ശരിക്കും നല്ലൊരു ആങ്കറാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടറാണ്. അല്ല, നമ്മൾ കാണാൻ തുടങ്ങിയതാണല്ലോ. നമുക്ക് തീർച്ചയായിട്ടും പറയാം, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടാഗ് കൊടുക്കാൻ പറ്റുന്നൊരു ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സുരേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് 10-ാം വളവ്. അതിലെ ഇമോഷനും അതിലെ ക്യാരക്ടറിൻ്റെ ഒരു കൈൻഡ് ഓഫ് സാധനം സുരേട്ടന് എക്സ്ട്രാ പിടിച്ചിട്ടുണ്ട്, വേറൊരു സാധനം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടി എന്തെങ്കിലും ഒരു എക്സ്ട്രാ മൈൻഡിലുണ്ടായിരുന്നു, അത് ഈ സ്ക്രിപ്റ്റ് പറയുമ്പോഴും അല്ലെങ്കിൽ ആ പടത്തിന് വേണ്ടി? ഇതുവരെ ചെയ്തതിൽ നിന്ന് കാര്യം സെയിം ഇമോഷൻ പല സിനിമകളിലും ഉണ്ട്. ഞാൻ ഇതിനെ വേറൊരു പടത്തിലും ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്ന് ശ്രമിച്ചിട്ടുണ്ട്, ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഇന്ദ്രേട്ടനൊക്കെ ആയിട്ടാണെങ്കിലും നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയല്ലേ. സിനിമയിൽ എടുത്തു പറയുന്ന വളരെയധികം നല്ല ഫ്രണ്ട്സിൽ ഒരാളാണ് ഇന്ദ്രേട്ടൻ എന്ന് ഞാൻ കരുതുന്നത്. നിങ്ങൾ തമ്മിലുള്ളൊരു കോംബോ, നിങ്ങൾ ഏകദേശം ഒരേ ക്യാരക്ടർ അതുകൊണ്ടാണോ? ഞാൻ സിനിമയിൽ വരുമ്പോൾ ആദ്യം നമ്മൾ കമ്പനി ആവുന്നത് ഇന്ദ്രൻ ചേട്ടനുമായിട്ടാണ്. ഞാൻ 2005 നമ്മളൊക്കെ ഒരേ ടൈമിൽ തന്നെ വന്നു. അപ്പൊ അന്ന് ഇന്ദ്രൻ ചേട്ടൻ കുറച്ചുകൂടി നമ്മളുമായിട്ട് ചേർന്നേക്ക്. പിന്നെ എൻ്റെ കല്യാണത്തിന് അന്ന് വന്നിട്ടുള്ള, എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന സിനിമാ നടൻ ഇന്ദ്രൻ ചേട്ടനാണ്. വീട്ടിൽ വന്നിട്ടുള്ള. അതിനുശേഷം ഒരുപാട് താരങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് അവിടെ ഇന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അതുവഴിയൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളി ദോശ കിട്ടും, നല്ല നൈസ് ദോശ. ആ ചേച്ചി കിട്ടില്ല ദോശ, വൈകുന്നേരമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സൂപ്പർ ദോശ, മൊരിമരി പോലത്തെ നല്ല മൊരിഞ്ഞ്. എന്ത് രസമെന്നറിയാം, അവിടെ ഇരുന്ന് ആ വാതിലും തുറന്നിട്ടിരുന്ന് ഫ്രണ്ടിൽ ഇരുന്ന് കഴിക്കും. അതൊക്കെ തന്നെയാണ് ഇന്ദ്രൻ ചേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കൊത്തി പറക്കും. എനിക്കില്ല, അടുക്കളയിലൊക്കെ കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. വേറൊരു കോമഡി ഉണ്ട്. മുപ്പര് ചോദിച്ച 10-ാം വളവില് ഇന്ദ്രജിത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. പറഞ്ഞല്ലോ, സുരേട്ടനെ കേട്ടപ്പോ ഇന്ദ്രൻസ് ആയി, അത് നന്നായിട്ട് പോകുന്നു. അപ്പൊ പുള്ളി അത് തെറ്റിപ്പോയിന്ന് കാണിക്കാതെ ഞാൻ ഉദ്ദേശിച്ച ആ ഇന്ദ്രൻസ് തന്നെയാണ്.
ഇന്ദ്രജിത്ത് അത് ഇന്ദ്രൻ എന്ന് പറയാൻ അല്ല, ഇന്ദ്രൻ സാറിന് പറഞ്ഞു വന്നപ്പോ പിന്നെ പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഇത് പോകുമല്ലോ. പക്ഷെ അത് വളരെ നല്ലൊരു സ്റ്റോറി ആയിരുന്നല്ലോ. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ്. നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഞാനും നല്ലൊരു കോംബോ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരേ ക്യാരക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രജിത്തിന്. അതുപോലെ തന്നെ എന്നെയും. നമ്മള് ഒരുമിച്ച് ഞാൻ, ഇന്ദ്രജിത്ത്, പിന്നെ നമ്മുടെ ജോജു, കസിൻസില് നമ്മളെല്ലാവരും, ആര് ചാക്കോച്ചൻ, അതൊരു 10-40 ദിവസം ഒരുമിച്ച് ചിരിച്ച് കോമഡി. നല്ല വൈബ. നല്ല വൈബ. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. ഭയങ്കര രസമുള്ള ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ അദ്ദേഹം ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഫുഡ് കുക്ക് ചെയ്യും. എല്ലാവരും ആയിട്ട് ഇരുന്ന് കുക്ക് ചെയ്യും. ഭയങ്കര രസമാണ്. രസമുള്ള പരിപാടിയാണ്. പിന്നെ ഓക്കെ, എന്തായാലും ഒരു കുതിരപ്പവൻ അവിടെ ഇരിക്കട്ടെ. അത് ഒബ്സർവ് ചെയ്ത് ഇന്ദ്രജിത്തിനെ പറ്റിയാ ചോദിച്ചത്. കാരണം ക്യാരക്ടർ സെയിം ആണെന്ന്. ഇന്ദ്രൻസ് ഞാൻ ആദ്യമായിട്ട് പഠിക്കപ്പെടുന്ന സിനിമ ഇന്ദ്രൻസ് ആണ്. എന്നിട്ട് ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ എവിടെയും ദോശയുടെ കാര്യം പറയുന്നു, എവിടെയും ഇന്ദ്രജിത്ത് കയറി വരും. അപ്പൊ അവിടെയും കയറി വന്നത്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു സുരാട്ടൻ ഇന്ദ്രൻ ചേട്ടനെ പറ്റി പറഞ്ഞു. ഞാൻ ഇവിടെ അവിടെ നോക്കിയപ്പോഴേ പുള്ളി ഞാൻ ഇന്ദ്രൻസിനെ പറ്റി തന്നെയുള്ള ലൈനില് നല്ല മുരിമുരാന്നുള്ള ദോശ എന്നുള്ള ദോശ. അയ്യോ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ കുറെ ടാഗുകളുള്ള ഒരു വ്യക്തിയാണ് പ്രശാന്ത് ഏട്ടനാണെങ്കിലും. ആങ്കറിങ് രീതിയിൽ ലൈക്ക് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ വർക്കും ചെയ്തിട്ടുണ്ട്, ആങ്കറിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മൈൻഡിൽ ആ ഒരു ആങ്കർ പരിപാടി ഇപ്പോഴും മൈൻഡിലുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടായിരിക്കും, ഉണ്ടാവുമല്ലോ. കാരണം അതും ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടുള്ള സ്കില്ലാണ്. ഇപ്പൊ പലരും ട്രെയിൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു നാച്ചുറൽ സ്കില്ലാണ്. അപ്പം നമ്മള് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ അറിയാതെ ഈ സാധനം എവിടെങ്കിലും എന്തെങ്കിലും ഡിലേ വരുമ്പോ ഒന്ന് വെറുതെ പറഞ്ഞ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും പോയി മൈക്ക് എടുത്തിട്ട് അതൊന്ന് ചെയ്ത് ഇത് ഉണ്ടാവും. പിന്നെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ഈ ആൽഫി ആക്ച്വലി നേരത്തെ കണ്ടു നിറഞ്ഞപ്പോഴേ, ആൽഫി നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആൽഫി ആക്ച്വലി ഒരുപാട് വിഷമിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ കരഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. ഒന്ന് മൂവിയുടെ കാര്യത്തില്, 2 when you had a breakup. ഈ 2 കാര്യങ്ങൾക്ക് ആക്ച്വലി എന്നുള്ളത്. അല്ല, ആഫിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത് ആക്ച്വലി ഫിലിം റിലേറ്റഡ് പരിപാടി കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് വേറെ അങ്ങനെ വലിയ ഫാമിലി എന്നെ പഠിത്തത്തിലോ അങ്ങനെ ഒരു പ്രശ്നത്തിലും എന്റെ ഫാമിലി എന്നെ ഇത് ആകെ സിനിമയുടെ കാര്യം പറഞ്ഞ് മാത്രമാണ് അവർ ഇത്തിരി ഇതായിരുന്നു. പിന്നെ എനിക്ക് വിഷമം എന്ന് പറഞ്ഞത് പിന്നെ റിലേഷൻഷിപ്പ്, അത് പിന്നെ സർവ്വസാധാരണ. മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാല് ഈ ഇത്രയും പരിപാടികൾ ചെയ്യാനും, അതായത് ഒരു സിനിമ കിട്ടാൻ തന്നെ എത്രയോ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അയ്യോ, ഇപ്പോഴും എത്രയോ സിനിമകൾ വക്കുവരെ എത്തിയിട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാലം ഇതിനെല്ലാം ട്രൈ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കൂടെ കൊടുക്കുന്ന വീടാണ് അത് എന്നാണ് അത് സത്യമായിട്ടും. അല്ല, അതുകൊണ്ട് തന്നെയാണ് അവര് ജോബിന്റെ കാര്യവും പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. അല്ലെ, ജോബ് വേണമെന്ന് പറഞ്ഞതിന്റെ റീസണും അല്ല, എനിക്ക് ഫ്രീഡം തരുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞില്ല, എന്റെ പാരന്റ്സ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ബാക്കിയുള്ളവർ പറയുമ്പോൾ അവർക്ക് അതങ്ങോട്ട് അംഗീകരിക്കാൻ വയ്യ. നമ്മുടെ ഹാപ്പിനെസ് അതേ അളവിൽ അവർക്ക് കിട്ടിയിട്ടില്ല. സിനിമ ഒരു ചെറിയൊരു പുച്ഛമുള്ളിൽ എവിടെയോ നിൽക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോവും എനിക്ക്. ഇത് നമ്മളധികം സംസാരിച്ചിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലാവില്ല, വിട്ടേക്കാം. അല്ലെങ്കിൽ വെറുതെ വാക്ക് തീർക്കാം. ഇപ്പം ചില സീനുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ടേക്ക് എടുക്കുന്ന ടൈമിൽ ടേക്ക് കഴിയുന്നു, കട്ട് ചെയ്യുന്നു. പക്ഷെ ചില സീനുകൾ ഉണ്ടാവുമല്ലോ, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് ചിരിച്ച് കട്ട് പറഞ്ഞ ഡയറക്ടർ വരെ ചിരിച്ച് ഒരു അതിൽ ഒരുപാടുണ്ടാവും. പക്ഷെ എങ്കിലും ഒരു 1 സീൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിക്കുക. ഇതിനകത്തെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആയിരിക്കാം. ഇതില് ചിരിച്ചത് ഞാനും ഗ്രേസുമായിട്ടുള്ള ഒരു എപ്പിസോഡുണ്ട്. അതില് ക്യാരക്ടറിന്റെ ഒരു സിറ്റുവേഷൻ പെർഫോമൻസ് ഉണ്ട്. അത് അടിപൊളിയാണ്. അത് ഭയങ്കരമായിട്ട് ചിരിച്ച ഞാൻ. പിന്നെ അല്ലാതെ എടുക്കാൻ പോകുമ്പോ അതെ, അത് ആ സീൻ കാണണം. അവരുടെ ഒരു പറയാനില്ല, അതുപോലെ. പിന്നെ അല്ലാതെ ഇത് ഇറങ്ങി കഴിഞ്ഞ ആ ടൈമിൽ ഇതിടാം, കട്ട് ചെയ്തിടാം. പിന്നെ ചിരിച്ച് ഒരുപാട് സിനിമയിൽ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്.
ചിരിച്ച അവസാനം ഡയറക്ടർ പിന്നെ ഒക്കെ എല്ലാം അവരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. സന്ധ്യ മോഹൻ ചേട്ടന്റെ ഞാനും ദിലീപേട്ടന്റെ കൂടെ ഉള്ളൊരു മറ്റേ ഓഫീസ് റൂമിലെ ഇങ്ങനൊക്കെ അറിയുന്നിട്ട് എനിക്ക് എന്തുണ്ടെന്ന് പറയുന്നത് SBI. ഞാൻ 2 ബാങ്ക് കൂടെ തുടങ്ങി SBIന്റെ. ഒന്നിപ്പോ പാലാരിവട്ടം. സാർ എന്നൊക്കെ പറയാനായിട്ട് ഇയാള് പറഞ്ഞു എന്ന് നോക്കുന്ന ആ റിയാക്ഷൻ ഒരു 18-19 ടേക്കെങ്കിലും എടുത്ത് കാണും. ഞാൻ നോക്കും, ദിലീപേട്ടൻ ചിരിക്കും. നീ പറഞ്ഞല്ലേ എന്നുള്ളത് അതങ്ങനെ എടുത്തെടുത്ത അവസാനം സന്ധ്യാമോഹൻ പറഞ്ഞു അവര് കളിക്കട്ടെ നമ്മള് പോണെന്ന് പറഞ്ഞിട്ട് പുള്ളി ദേഷ്യപ്പെട്ട് പോയി താഴേക്ക് ഇറങ്ങി. പിന്നെയാണ് നമ്മള് സ്വന്തമായിട്ട് ഇങ്ങനെ അടിച്ച് ചിരി നിർത്തി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ആസ്വദിക്കുമല്ലോ, മനസ്സിലായി. നമ്മള് ചിരിച്ച് ഓക്കെ ആണെങ്കിലല്ലേ പിന്നെ മറ്റുള്ളവർക്ക് ചിരി വരൂ. നെക്സ്റ്റ് വീക്ക് റിലീസ് ആവുകയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ എല്ലാവരും കാണുക. ഫസ്റ്റ് എപ്പിസോഡ് ആദ്യം വരും. അങ്ങനെ 6 എപ്പിസോഡാണ് മൊത്തം ഉള്ളത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 30 to 32 മിനിറ്റ്സിലുള്ള 6 എപ്പിസോഡ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അപ്പോൾ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക, ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ക്രൂ. കേട്ടോ, താങ്ക് യു.